കഴിഞ്ഞ ദിവസമേ ഒരു കൊച്ചെന്നോട് ചോദിച്ചു, ചേച്ചി ചേച്ചി യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ചേച്ചിക്ക് വീട്ടിൽ നിന്ന് നല്ല പ്രോത്സാഹനമാണല്ലേ എന്ന് ചോദിച്ചിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചേ, അങ്ങനെ ഒരു പ്രോത്സാഹനവും ഇല്ല. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇതിൻ്റെ വീഡിയോൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ചേട്ടനൊക്കെ എങ്ങാടാണ് ഓടി ഒളിക്കണേന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ അതൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ 1-2 പേര് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് സുനിത നീ ഇത് ചെയ്തത്? അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്കിത് ആരും ചെയ്തു തരുമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ വേറെ പുറത്തുള്ള കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കിത് സെറ്റ് ചെയ്ത് തരും, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തു. അതൊരു കാരണം ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിലുള്ളവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്, നമ്മളെന്തെങ്കിലുമൊക്കെ വല്ലവരും എന്താണ് നമ്മൾ കാണിച്ചു കൂട്ടണേന്ന് പറയാൻ പറ്റില്ലല്ലോ. അതോർത്തിട്ടാണ് കേട്ടോ അവർ നമ്മളതിൽ പ്രോത്സാഹിപ്പിക്കാത്തത്. അല്ലാണ്ട് അത് അവരുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമല്ല. അതാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ മൂകാംബിക കാച്ചി എണ്ണയുടെ വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കണം. ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മുടിയുടെ കൊഴിച്ചൽ, താരനൊക്കെ മാറി മുടിയൊക്കെ നല്ല കറുത്ത്, ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്താലും അത് ഗുണപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുക. എള്ളുണ്ട, പിന്നെ അതുപോലെ തന്നെ ഞാൻ കർക്കിടക കഞ്ഞി റെഡിയാക്കാനുള്ള പർച്ചേസിങ്ങിന് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക കാച്ചേനയുടെ വിശേഷങ്ങൾ മരട് നെട്ടൂരിൽ നിന്ന്.